അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് കണ്ണൂർ സിറ്റി, തെക്കി ബസാർ, താഴത്തെരു ആ ഭാഗങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് വേണ്ടിയാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ മനുഷ്യനെ നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പരിചയമുണ്ടാവും. അബ്ദുറഹ്മാൻ ബാവ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. മലപ്പുറത്ത് നിന്നും കണ്ണൂരിലേക്ക് വന്ന് ഏകദേശം ഒരു 40 വർഷത്തോളം കണ്ണൂരിലെ പ്രസിദ്ധമായ തെക്കി മക്കാനി എന്ന് പറയുന്ന സ്ഥലം, അതായത് സൈദുല്ല ഹജ്ജുൽ ഹറമൈനിയുടെ മക്കാം ഷരീഫ് സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്ത്, അവിടെ വിഠോബാബമാർ താമസിക്കുന്ന ആ ഒരു ചെറിയൊരു സ്ഥലത്ത് വർഷങ്ങളോളം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ അറിയാത്തവർ വളരെ കുറവാണ്. എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ വർഷം ആണ് അദ്ദേഹം വഫാത്തായത്. ഓരോ സ്ഥലങ്ങളിലും അദ്ദേഹം ഇങ്ങനെ വടികുത്തി ഇങ്ങനെ നടന്നു പോകും. പക്ഷേ അറിയുന്നവർക്കറിയാം, ചില വ്യക്തികൾ മാത്രം അദ്ദേഹത്തെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ഞാനും പല പ്രാവശ്യം മക്കാനിയിലൊക്കെ പോകുമ്പോൾ വലിയ മുടിയൊക്കെ ആയിട്ട് ഈ മനുഷ്യനെ കാണാറുണ്ടായിരുന്നു. പക്ഷേ ഈ മനുഷ്യനെ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് മൗല മക്കാമിലൊക്കെ നല്ലൊരു ഐറ്റും തടിയൊക്കെ ആയിട്ടൊരു മനുഷ്യനിങ്ങനെ പോകുന്നതായിട്ട് കാണുന്നു. പിന്നീടാണ് അത് മനസ്സിലായത് ഈ അബ്ദുറഹ്മാൻ ബാവയാണത്. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് മഹാന്മാരുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. വിശിഷ്യ CM വലിയുള്ളാഹിയൊക്കെ ഹയാത്തുള്ള സമയത്ത് അദ്ദേഹം സന്ദർശിക്കാറുണ്ടായിരുന്നു, ബന്ധമുണ്ടായിരുന്നു. വടകര മമ്മദാജി തങ്ങൾ, അദ്ദേഹമായിട്ടും അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട്. പിന്നെ മൂപ്പരിങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക, ആർക്കൊരു ഉപദ്രവമൊന്നും ഇല്ലാതെ. സത്യം പറയട്ടെ, ഞാനിങ്ങനെ ഒരാളെ, കണ്ണൂരിലുള്ള ആൾക്ക് പലരും കണ്ടിട്ടുണ്ടാവും, ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അദ്ദേഹം വഫാത്തായി. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമായി കൊടുക്കട്ടെ, സ്വർഗ്ഗത്തോപ്പായി കൊടുക്കട്ടെ. മഹാന്മാരോടൊക്കെ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. എപ്പോഴും മക്കാനിയിലെ ആ ഒരു റാത്തീബിൻ്റെ സമയത്തൊക്കെ അദ്ദേഹം അവിടെ എന്നും ഉണ്ടാവും. പ്രത്യേകിച്ച് അദ്ദേഹം മക്കാനിൽ തന്നെ ഉണ്ട്. നാട്ടിലൊക്കെ മാസത്തിലൊക്കെ പോവുകയാണ് പതിവ്. കഴിഞ്ഞ വർഷമാണ് അദ്ദേഹം വഫാത്തായത്. ഞാനിത് നിങ്ങളോട് പറയുന്നത്, എൻ്റെ ഇക്കാക്ക, ജ്യേഷ്ഠൻ, കണ്ണൂർ ടൗൺ ഷോപ്പിൻ്റെ ഇക്കാക്ക, അദ്ദേഹമായിട്ട് വലിയൊരു ബന്ധമുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ഈ ഇക്കാക്കാക്ക് എന്താണ് ഇങ്ങനെ ഒരു ബന്ധം? ഞാൻ പലപ്പോഴും ചോദിച്ചു, ആരും അങ്ങനെ അത്ര വലിയൊരു അടുപ്പമൊന്നും കാണുന്ന ഒരു മൂലയിൽ ഇരിക്കുന്ന ആളാണ്, നിങ്ങളിങ്ങനെ ഇത്ര അടുക്കടുക്ക് പോകുന്ന കാണുന്നു? ഇല്ല, അതൊരു വലിയ മഹാനാണ്. എനിക്ക് അദ്ദേഹം ഒരു മനസ്സിന് ഒരുപാട് സന്തോഷവും സമാധാനമൊക്കെ തരുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തെ ഒരു ദിവസം ഞാൻ അവിടെ സിയാറത്തിന് പോയ സമയത്ത് ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അസ്സലാമു അലൈക്കും പറഞ്ഞു, പരിചയപ്പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഖത്തറിൽ നിന്ന് വന്ന സമയത്താണ് അദ്ദേഹത്തെ കാണുന്നത്. സാധാരണ പതിവിൽ ഒരു മുസാഫിർ കാലിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരു ഗൾഫുകാരനെ കണ്ടു കഴിഞ്ഞാൽ പോകുന്ന സമയത്ത് എനിക്കൊന്നുമില്ലേ കൈയാട്ടുക ഏതൊരാളും സ്വാഭാവികമായി ചെയ്യുന്നതാണ്. ഒരു രൂപ പോലും എന്നോട് ചോദിച്ചായി കണ്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു മുഷിഞ്ഞ വസ്ത്രവും വലിയൊരു പൈസയൊന്നും കാണാനില്ല, ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് എൻ്റെ ഒരു മനസ്സോടെ ഞാനൊരു ചെറിയ തുക കൊടുത്തു, വളരെ ചെറിയ തുക. പിന്നീട് പല പ്രാവശ്യം ഞാൻ കണ്ടാലൊന്നും പൈസക്ക് അദ്ദേഹം ചോദിക്കുന്നേ കാണില്ല. പക്ഷെ എൻ്റെ കാക്ക അദ്ദേഹത്തെ വലിയൊരു സ്നേഹമായിരുന്നു. ഭക്ഷണമായി കൊടുക്കും, ഷോപ്പിൽ വരുത്തിക്കും, കാര്യങ്ങളൊക്കെ അറിയും. കഴിഞ്ഞ വർഷം വഫാത്തായപ്പോൾ കാക്ക വല്ലാത്ത എന്താ പറയേണ്ടത്, പെട്ടെന്ന് ടെലിഫോണിൽ ഇടയ്ക്കിടയ്ക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് പിന്നെ വിവരങ്ങളൊന്നും അറിയാതായപ്പോൾ വേറെ ഇവരെ ഫോണിലെ സിമ്മിലെ നമ്പർ വേറെയാണ് ഫോൺ എടുത്തത്. അപ്പം പറഞ്ഞു, കഴിഞ്ഞ ഈ ഒരു ദിവസം ഇവർ വഫാത്തായി എന്ന് പറഞ്ഞു. ഒട്ടും വൈകാതെ തന്നെ മലപ്പുറത്തുള്ള വീട്ടിലേക്ക് പോയി അവരോട് ചോദിച്ചു. ഖബർസ്ഥാനിൽ പോയി സിയാറത്തൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, ചില വ്യക്തികളെ ഒരു ബന്ധം, കാരണം ചില വ്യക്തികൾ നമ്മളോട് ഒരുപാട് വർഷക്കാലം ബന്ധമുള്ള വ്യക്തികൾ പോലും ചിലപ്പോൾ ഇപ്പം നമ്മളോട് അത്ര വലിയ അടുപ്പുണ്ടാകുന്നില്ല, നമുക്ക് അടുപ്പുണ്ടാകുന്നില്ല. ഒരു ചെറിയൊരു സമയം കൊണ്ട് വരുന്ന വ്യക്തികൾ നമ്മളായിട്ടൊരു വലിയൊരു ദൃഢമായൊരു ബന്ധം വരും. പക്ഷേ ഇദ്ദേഹം ഞാൻ പരിചയപ്പെട്ടപ്പോൾ എനിക്കറിയാൻ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില സമയത്തൊക്കെ ഫോൺ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ
മൂപ്പര് ഫോണിൽ സംസാരിക്കുമ്പോഴും നല്ലൊരു സമാധാനമായിരുന്നു. അദ്ദേഹം എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു നാട്ടുവൈദ്യം എന്തെങ്കിലും അസുഖത്തിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പച്ചമരുന്ന് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞു. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിന് എന്തൊരു പ്രയാസങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പുള്ളിയുടെ ഒരു പ്രത്യേക ഒരു മലപ്പുറം സ്റ്റൈലിൽ നമ്മളെ സമാധാനിപ്പിക്കുന്ന വ്യക്തി നമുക്കൊരു സാന്ത്വനമായിരുന്നു. അതായിരിക്കും ഒരു പക്ഷേ എൻ്റെ കാക്കാക്കും അദ്ദേഹത്തോട് ഇത്രയും വലിയ അറ്റാച്ച്മെൻറ്റ് വന്നു. കാരണം ഷോപ്പിൻ്റെയും പല പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ പതിവില്ലാതെ അവിടെ മക്കാനി ദർഗൻ്റെ അടുത്ത് ഇരിക്കുന്ന മൂപ്പരെ പോയി മൂപ്പര് സന്ദർശിച്ച് ഇങ്ങനെ പറയും. പക്ഷെ അവിടുന്ന് എന്തോ ഒരു റിലാക്സ് ചെയ്തു എന്നോട് പറയാറുണ്ട്. നല്ല റിലാക്സ് ആയിരുന്നു, മൂപ്പര് പറയുന്ന പോലെ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു സമാധാനമായിരുന്നു. അതാണ് ബാബയിൽ നിന്നും കാക്ക കിട്ടിയിട്ടുള്ളത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പിന്നെ അദ്ദേഹത്തിന് ഒരു 2 കാര്യമായ സുഹൃത്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. 2 ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അദ്ദേഹം ഈ റാത്തീബ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം സഹചാരിയായിട്ട് ഇങ്ങനെ മറ്റുള്ളവരെ കൂടെ അദ്ദേഹം നടക്കും. അദ്ദേഹം വലിയൊരു ശേഖനൊന്നായിട്ട് നടക്കൂല, അദ്ദേഹം മറ്റുള്ളവരെ കൂടെ നടക്കുന്ന ഒരു പാവമാണ്. അതിലൊരാൾ അവരും വഫാത്തായി. ചന്ദന വീട്ടിലുള്ള സലാം എന്ന് പറയുന്ന ആളാണ്. സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഗുരുവും കൂടിയാണ്. കാരണം എല്ലായിടത്തൊന്നും പോയി പ്രസംഗമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശയങ്ങളൊക്കെ വന്ന് എന്നോടാ പറയും. ഞാനൊരു കുട്ടിയാണ്. കുറേ കാര്യങ്ങൾ പൊളിറ്റിക്സ്, ഇസ്ലാമിക കാര്യങ്ങൾ, ലോ കാര്യങ്ങളൊക്കെ മൂപ്പര് എനിക്ക് നല്ലൊരു ക്ലാസ് എടുത്ത് തരാറുണ്ട്. പക്ഷെ ഇവരൊരു ബാച്ചായിരുന്നു, ആര്, ഈ ബാവയും ഈ സലാംക്കയും. പിന്നീട് ഇന്ന് ഹയാത്തോടുണ്ട്. നമുക്കറിയാം കാസർഗോഡുള്ള വടിത്തങ്ങൾ നമ്മളെന്ന് പറയുന്ന മഹാനായ യഹ്യ ബുഖാരി തങ്ങൾ. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നവർ പോയിട്ട് ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അത് സത്യമാണെന്ന് പറയും. കാരണം ഓർമ്മൊരിക്കലും ഒരു സത്യത്തെ മൂടി വെക്കുന്ന ആളല്ല, അങ്ങനെയൊരു മനുഷ്യനാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഈ യഹ്യ ബുഖാരിൽ നിന്നൊക്കെ ഒരുപാട് അറിവുകൾ കിട്ടിയ അറിവുകളാണ് സലാംക്കൊക്കെ എന്നോട് വന്ന് പറയുന്നത്. അത് വല്ലാത്തൊരു ബന്ധമായിരുന്നു. ഇപ്പം ചുരുക്കത്തിൽ ഇവരൊക്കെ ഒരു ലിങ്കായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇവർ ഭയങ്കരമായിട്ട് എന്താ പറയേണ്ടത്, ഇവർ എല്ലാ ആഗോള കാര്യങ്ങൾ സംസാരിക്കും, സൂഫീസത്തെക്കുറിച്ച് സംസാരിക്കും. എൻ്റെ കേരളത്തിലെ ഒട്ടുമിക്ക മഹാന്മാരെ നല്ല അഭേദ്യ ബന്ധം, പക്ഷെ അറിയപ്പെടാനൊന്നും ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഞാൻ ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കിയത് ഒരുപക്ഷെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്ന് അള്ളാഹു എൻ്റെ കൽബിൽ തോന്നിപ്പിച്ചിരിക്കണം. കാരണം ഞാൻ എൻ്റെ സാധാ ഈ യൂട്യൂബ് ചാനലിൽ പല കാര്യങ്ങളും പറയുമ്പോഴും നീ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്ന് ആരോ എന്നെ തോന്നിപ്പിച്ചതുപോലെ, ഏതോ ശക്തികൾ എന്നെ തോന്നിപ്പിച്ചതുപോലെ നമ്മൾ പല കാര്യങ്ങളും നിങ്ങളുമായി ആശയസംവാദം നടത്താറുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതുപോലെ ചില വ്യക്തികൾ ഓരോ സ്ഥലത്തും കാണും, ഓരോ ജില്ലയിലും കാണും ഇതുപോലത്തെ ഭാവന്മാർ. ഇവരെ കൊണ്ട് നമുക്കാർക്കും ഒരു പ്രശ്നമില്ല. കാരണം ഇവരൊക്കെ നമ്മൾ ബന്ധപ്പെട്ട അടിസ്ഥാനത്തിൽ നമുക്കൊക്കെ ഒരുപാട് സമാധാനവും ഒരു സാന്ത്വനമൊക്കെ ആണ്. ഇവരൊക്കെ ഇല്ലാതായപ്പോൾ സത്യത്തിൽ എന്തോ നമുക്കൊരു നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആരോഗ്യം പോയല്ലോ എന്നൊരു വിഷമം വന്നു. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവച്ചാണ്. നിങ്ങളിൽ പലരും ചിലപ്പോൾ ഇദ്ദേഹത്തെ കണ്ടിരിക്കാം. എന്തായാലും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യാൻ ഞാൻ പറയുകയാണ്. ഞങ്ങളെ സ്വന്തത്തിനും ബന്ധത്തിനൊക്കെ നമ്മൾ ഓതുന്ന പോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് പരിചയപ്പെട്ട ഒരു വ്യക്തി, അതാരായിക്കോട്ടെ, അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ദർജ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. പക്ഷെ ഇങ്ങനെ നമ്മളോട് ഒരു കാര്യം പറയാൻ പ്രേരിപ്പിക്കുന്നതും നമ്മളിൽ ഏതോ ഒരു ശക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാർ ഓരോ പ്രദേശത്തും ഉണ്ടാവും. അവരൊക്കെ നമ്മുടെ നാടിൻ്റെ ഒരു ഭാഗമായി വന്നവരാണ്. മറ്റ് നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിൽ വന്ന് കൊല്ലങ്ങളോളം നമ്മുടെ സംസ്കാരവുമായി ഒട്ടിപ്പിടിച്ച് നമ്മുടെ നാട്ടിലുള്ളവരുമായി ബന്ധം വെച്ച് ആ ബന്ധത്തിലൂടെ അവർ വിശാലമായി അവരൊക്കെയായിട്ട് അടുത്തു. അങ്ങനെ അവരിങ്ങനെ ജൈത്രയാത്ര നടന്നു. ഒരു കാലത്ത് അവർ നമ്മളിൽ നിന്നെല്ലാം മറഞ്ഞുപോയി. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, പ്രത്യേകിച്ച് കണ്ണൂർ താഴത്തെരു സിറ്റി മക്കാനി ഭാഗത്തുള്ളവർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് രേഖപ്പെടുത്തും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.